ഹേ ഗായ്സ്, ഞാനൊരു 1.5 കൊല്ലം മുന്നെയാണ് കണ്ണൂർ കോക്ടെയിൽ എന്ന് പറയുന്ന ഒരു ഡ്രിങ്കിനെ പറ്റി കേൾക്കണത്. അന്നത് അത്രയും ഫേമസ് ആയി നിൽക്കുന്ന ടൈമായിരുന്നു. അങ്ങനെ ഞാനും വാങ്ങിയൊന്നും കുടിച്ചു നോക്കി. എനിക്ക് സാധാരണ പപ്പരക്ക ജ്യൂസൊന്നും അത്ര പിടിക്കാത്തതാണ്. എന്തോ ഇതങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനിത് 2-3 വട്ടം കുടിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യം കിട്ടിയ ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല കേട്ടോ. ഇപ്പം ദാ 2 കൊല്ലം കഴിഞ്ഞ് ഞാൻ സ്വന്തമായിട്ട് ഇത് ഉണ്ടാക്കുമ്പോൾ കിട്ടണ ആ ഒരു ഇതുണ്ടല്ലോ, അതൊരു വല്ലാത്ത ഇത് തന്നെയാണ്. ആദ്യം 2 ക്യാരറ്റ് എടുത്ത് കഴുകി തൊലി കളഞ്ഞതിന് ശേഷം ഒന്ന് റൗണ്ടിൽ അരിഞ്ഞെടുക്കുക. എന്നിട്ടത് വേവിച്ചെടുക്കണേ. എന്നിട്ട് നല്ല പഴുത്ത പപ്പരക്ക എടുക്കണേ. പപ്പരക്ക എന്ന് പറഞ്ഞാൽ പപ്പായയാണേ. എന്നിട്ട് ഈ ഒരു ക്യാരറ്റും പപ്പരക്കായും പഞ്ചസാരയും പിന്നെ കുറച്ച് കട്ടിപ്പാലും കൂടി എടുക്കണേ. എൻ്റെ കയ്യിൽ കട്ടിപ്പാൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ജ്യൂസ് പരുവത്തിലാക്കി അടിച്ചെടുക്കണേ. പിന്നെല്ലാം അലങ്കാരപ്പണി തന്നെയാണ്. കുറച്ച് നട്ട്സ് എടുക്കുക. നമ്മുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അതെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് റുമ്മാമ്പഴം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. റുമ്മാമ്പഴം എന്ന് പറയുന്നത് നമ്മുടെ അനാറ് തന്നെയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കണ്ണൂർ കോക്ടെയിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നോമ്പ് സമയമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ചൂടത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. നമുക്ക് കുറച്ച് ഐസ്ക്രീമും കൂടി ഇട്ടിട്ട് ഒന്ന് സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. കണ്ണൂർ കോക്ടെയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോവല്ലേ. ബൈ.